4 വർഷത്തോടടുക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ താൻ മുന്നോട്ട് വെച്ച 28 സമാധാന പദ്ധതി അംഗീകരിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ വിഷയത്തിൽ യുഎസ് യുക്രൈൻ പ്രതിനിധികൾ നടത്തിയ ചർച്ച ശനിയാഴ്ച തീരുമാനമാകാതെ അവസാനിച്ചതോടെയാണ് സെലൻസ്കിക്കെതിരെ ട്രംപ് വീണ്ടും രംഗത്തെത്തിയത്. യുഎസ് മുന്നോട്ട് വെച്ച കരാർ സെലൻസ്കി ഇതുവരെ വായിച്ചു പോലും നോക്കിയിട്ടില്ലെന്നും അതിൽ താൻ നിരാശനാണെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ ജനതയ്ക്ക് കരാർ ഇഷ്ടപ്പെട്ടു, റഷ്യയ്ക്കും ഓക്കെയാണ്. പക്ഷേ സെലൻസ്കിക്ക് പിടിച്ചില്ല എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുക്രൈന്റെ പ്രധാന വ്യാവസായിക മേഖലയായ ഡോൺബാസ് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുവാൻ സെലൻസ്കിയും സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളും സമ്മതിക്കാത്തതാണ് കരാർ അനിശ്ചിതത്വത്തിലാകാൻ കാരണം. ഈ പ്രദേശം കൈമാറണമെന്ന ട്രംപിന്റെ പദ്ധതിയിലെ വ്യവസ്ഥ റഷ്യയ്ക്ക് ആധികാരിക യുദ്ധവിജയം നൽകുമെന്ന് അവർ ആരോപിക്കുന്നു. അതേസമയം യുക്രൈൻ പ്രദേശങ്ങൾ നൽകിയാലേ യുദ്ധം നിർത്തൂവെന്ന കടുംപിടുത്തത്തിലാണ് റഷ്യ. അതിനിടെ യുക്രൈന് പൂർണ്ണ പിന്തുണ അറിയിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തി. ട്രംപിന്റെ സമാധാന പദ്ധതിയെക്കുറിച്ച് തിങ്കളാഴ്ച ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർത്തസ് എന്നിവർ സെലൻസ്കിയുമായി ചർച്ച നടത്തി. ഈ സംഘർഷത്തിലും തുടർന്നുണ്ടാകുന്ന ചർച്ചകളിലും യുക്രൈനൊപ്പമുണ്ടാകുമെന്നും കെയർ സ്റ്റാമർ പറഞ്ഞു. സമാധാന കരാറിനായി സെലൻസ്കിക്കുമേൽ സമ്മർദ്ദം ചെലുത്തില്ലെന്ന് സ്റ്റാമർ വ്യക്തമാക്കി. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വെടിനിർത്തലിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടിയാലോചനയിൽ സംസാരിക്കുകയായിരുന്നു സ്റ്റാമർ. യൂറോപ്യൻ രാജ്യങ്ങളുടെയും യുഎസിന്റെയും ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയെ നേരിട്ടു തുടങ്ങിയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. സമാധാന കരാറിനായി യുഎസ് തയ്യാറാക്കിയ ചില വ്യവസ്ഥകളുടെ വിശദാംശങ്ങളിൽ സംശയമുണ്ടെന്നും അതിനെക്കുറിച്ച് ചർച്ചകൾ ആവശ്യമാണെന്നും ജർമ്മൻ ചാൻസലർ മെർസ് പറഞ്ഞു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ യൂറോപ്പും യുക്രൈനും യുഎസും തമ്മിലുള്ള ഐക്യം പ്രധാനമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. യുഎസിനെയും യൂറോപ്പിനെയും കൂടാതെയും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. അതിനിടെ യുക്രൈന് നൽകുന്ന പിന്തുണ യുഎസ് അവസാനിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ദോഹയിൽ പറഞ്ഞു. യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കില്ലെന്ന ബോധ്യമുള്ളതിനാലാണ് സെലൻസ്കി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു.